പ്രത്യക്ഷീകരണങ്ങൾ എപ്പോഴും വരണത് സഭയുടെ അലാം ടൈമിലാണ് മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ഇഫ് യു ആർ സിൻസിയർ, ഗോഡ് വിൽ ബി സീരിയസ്. ഇഫ് വി ആർ സീരിയസ്, ഗോഡ് വിൽ ബി സിൻസിയർ. കർത്താവ് കൂടെ പ്രവർത്തിക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ വേണ്ടി നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. വിശ്വാസവും പ്രാർത്ഥനയും മനുഷ്യജീവിതത്തിന് പ്രത്യാശയും ആശ്വാസവും പകരുന്ന കാഴ്ചകളാണ് നാം എപ്പോഴും ചുറ്റും കാണാറുള്ളത്. അത്തരത്തിൽ സമീപകാലത്ത് അനേകരെ ആകർഷിക്കുകയും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒരു പുണ്യകേന്ദ്രമാണ് ആലപ്പുഴ ജില്ലയിലെ കലവൂരിൽ സ്ഥിതി ചെയ്യുന്ന കൃപാസനം. കൃപാസനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹ വഴി അവിടുത്തെ ഉടമ്പടി പ്രാർത്ഥനയാണ്. ഈ ഉടമ്പടി പ്രാർത്ഥനയെക്കുറിച്ച് പരിശുദ്ധ അമ്മ നൽകിയ വെളിപ്പെടുത്തലുകൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ കൃപാസനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ യഥാർത്ഥ രഹസ്യവും ലക്ഷ്യവും എന്താണ്? ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് കൃപാസനം ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ VP ജോസഫ് അച്ഛൻ നമ്മളോട് സംസാരിക്കുന്നു. 2004 ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ 10 കൊല്ലത്തോളം ഈ പ്രത്യക്ഷത്തെക്കുറിച്ച് വ്യാപകമായ രീതിയിൽ ആരോടും പറഞ്ഞില്ല. പറയാൻ്റെ കാരണം ഇതെന്തോ ചെപ്പിട പരിപാടിയാണ്, ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയുള്ള തരികിട പരിപാടി, എന്തോ പൊടിക്കൈ കാണിക്കുന്നതുകൊണ്ട് ദൈവികമായ ഒരു ലക്ഷ്യം സാത്താൻ മനുഷ്യരിലൂടെ ആക്ഷേപിച്ച് അട്ടിമറിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ സൈലൻസായിട്ട് പ്രെയർ ചെയ്യുന്നു. എനിക്കറിയത്തില്ല. ഞാൻ അമ്മയോട് പറയും, അമ്മ പ്രത്യക്ഷപ്പെട്ട എനിക്കറിയാം, പക്ഷേ ലോകത്തോട് നമ്മൾ അത് എങ്ങനെയാണ് പറയണത്? അങ്ങനെ 10 കൊല്ലത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ വാടിപ്പെട്ടി വന്ന്. അപ്പോൾ ഞാനുണ്ട്, വിജയകുമാർ സാറുണ്ട്, തങ്കച്ചനുണ്ട്, ഞങ്ങളുടെ ജനറൽ മാനേജർ സണ്ണിയുണ്ട്, ഞങ്ങളുടെ ഒഫീഷ്യൽസ് എല്ലാം ഉണ്ട്. ഇവർ വാടിപ്പെട്ടിയിൽ പോയി നേർച്ച ഇട്ട് പള്ളിക്കകത്ത് നേർച്ചയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാനിങ്ങനെ സ്റ്റക്കായിട്ട് പള്ളിയുടെ വാതിക്കൽ വരാന്ത നിൽക്കുകയാണ്. അപ്പോൾ വിജയകുമാർ സാർ പറഞ്ഞ് അവിടെ ഒരു കുർബാന അടങ്ങാൻ പോണു, ഇപ്പോൾ വാടിപ്പെട്ടി സങ്കേതം അടക്കും, അച്ഛൻ നേർച്ച ഇടുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്കിവിടെ കയറാൻ അനുവാദമില്ല. ഞാൻ 1000 രൂപ എടുത്തിട്ട് എൻ്റെ പോക്കറ്റിൻ്റെ എടുത്ത് സാറിന് കൊടുത്ത്, സാറ് കൊണ്ട് നേർച്ചയിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അമ്മ എന്നോട് പറഞ്ഞ ആ സമയം തോന്നിച്ചത്, നിൻ്റെ മുമ്പിൽ ഇതിനേക്കാൾ വ്യക്തവും കൃത്യവുമായിട്ട് ഞാൻ പ്രത്യക്ഷപ്പെട്ടത്, എന്നിട്ട് നീ ഇതുവരെ ഒന്നും ചെയ്തില്ല, നിനക്കത് ഒത്തിരി കടമാകുന്നു. ഞാൻ മരിച്ചാൽ എനിക്കത് കടമാകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത്രയും നാൾ ചെയ്ത പുണ്യപ്രവൃത്തികളും സുവിശേഷ വേലയും എല്ലാം മീനിങ്ലെസ് ആയി പോണപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ ഉടനെ സങ്കടപ്പെട്ട് എന്ത് ചെയ്യുമെന്നറിയാൻ പറ്റില്ല, പക്ഷെ പുറത്ത് പറയാനും പറ്റത്തില്ല, പറയാതിരിക്കാനും പറ്റത്തില്ല. ഞാൻ പുറത്തോട്ടിറങ്ങിയപ്പോൾ അമ്മ എനിക്ക് പ്രാർത്ഥന തന്നു. അമ്മ ദശവത്സര പ്രാർത്ഥന എന്ന് പറയും. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. ഞാനത് കൊണ്ടുപോയി മനസ്സിലിട്ടിട്ട് നാട്ടിൽ കൊണ്ടുപോയി 10,000 കോപ്പി അടിച്ച്, എന്നിട്ട് മലയാറ്റൂർ മല ഇറങ്ങി വരുന്ന എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ പ്രേക്ഷിതരിലൂടെ ഞാൻ വിതരണം ചെയ്ത്. അവർ 6 മാസം പ്രാർത്ഥിച്ചപ്പോഴാണ് വിജയകുമാർ സാറും കൂടി ഞങ്ങൾ വേളാങ്കണ്ണി നിൽക്കുമ്പോൾ 90 കൊന്തയല്ലേ, അപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പറഞ്ഞ് സാറിനോട് പറഞ്ഞ് എഗ്രിമെൻ്റ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് നല്ല ധാരണ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് എഗ്രിമെൻ്റ് അല്ല, അത് ഉടമ്പടിയാണ്. അതുകൊണ്ട് ഈ അമ്മ അന്ന് മുതലാണ് ഉടമ്പടി. പിന്നീട് ഉടമ്പടിയിലുള്ള മൊത്തം സാറിനോട് എഗ്രിമെൻ്റ് എന്ന് പറയുന്നു, ബാക്കിയുള്ള ടോട്ടൽ സംഭവങ്ങൾ അമ്മ 72 മണിക്കൂറിനുള്ളിൽ തന്നടി നിന്ന് കാണുന്ന ഉടമ്പടിയിലുള്ള എല്ലാ വിഷയങ്ങളും, അതിൻ്റെ നേർച്ച വസ്തുക്കൾ, അതിൻ്റെ തിയോളജി, അതിൻ്റെ സുവിശേഷപരത, അതിൻ്റെ പ്രായോഗിക സാക്ഷ്യങ്ങൾ, എല്ലാ വിഷയങ്ങളും അത് 72 മണിക്കൂറിൽ തൈക്കാട്ടുശ്ശേരി പള്ളിയിൽ ഇരിക്കുമ്പോൾ പുസ്തകം എഴുതാൻ നേരത്ത് തോന്നിയതും. പിന്നീട് അങ്ങനെ വരുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും എന്നാണ് ആ പ്രാർത്ഥന കിടക്കുന്നത്. അതുകൊണ്ട് കൃപാസനത്തിനാണ് ഈ ഉടമ്പടിയിൽ ദൈവം ഉദ്ദേശിക്കണത്. പുറത്തുകൊണ്ടുവന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. ഷാലോമിൽ 2003 ഈ ഫ്രണ്ട് പേജിൽ 10 സൺഡേ ഷാലോമിൻ്റെ കൃപാസനത്തെക്കുറിച്ച് ബെന്നിസാർ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. കൃപാസനം ജപമാലക്കൊരു ധ്യാന കേന്ദ്രമെന്ന്. കാര്യം മാതാവ് പ്രത്യക്ഷപ്പെട്ട 1 കൊല്ലം മുമ്പ് ഞങ്ങൾ ജപമാല വർഷം മുഴുവനും രാത്രിയും പകലും 365 ദിവസം രാത്രിയും പകലും അണമുറിയാ ജപമാല ചൊല്ലി. ആ ജപമാല ചൊല്ലിയതിൻ്റെ ആ 1 വർഷം കഴിയുമ്പോൾ, അപ്പോൾ 1 വർഷം മുഴുവൻ ജപമാല വർഷം രാത്രിയും പകലും മിഷൻ ജപമാല ചൊല്ലിയത് എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി. അത് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു റാലി നടത്തി. അതിൻ്റെ ഓർമ്മയ്ക്കായി ആ 1 വർഷം അവിടെ കൃപാസനം മാതാവിനെ പ്രതിഷ്ഠിച്ച എൻ്റെ ഓർമ്മയ്ക്കായി ഒരു റാലി നടത്തി. ആ റാലി
ദിവസമാണ് സാറൊക്കെ കൃപാസനത്തിലേക്ക് ആദ്യമായിട്ട് വരണത്. അപ്പോൾ ഈ റാലി എന്ന് പറയണത് മിഷൻ റാലിയാണ്. കാര്യം ലോകത്ത് മുഴുവനും സുവിശേഷത്തിൻ്റെ വെളിച്ചം ഇങ്ങനെ പറയിട്ട് മൂടി വച്ചിട്ടുണ്ടല്ലോ. പല രാജ്യങ്ങളിലും സുവിശേഷം പ്രചരിപ്പിച്ചാൽ തന്നെ ക്രൈമായിട്ട് മാറിയിട്ടില്ലേ. ആ രാജ്യങ്ങൾക്ക് മാനസാന്തരത്തിന് വേണ്ടിയാണ് ഞങ്ങൾ അന്ന് പ്രാർത്ഥിച്ചത്. ആ റാലി പിന്നീട് ലോകം മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോഴേ അത് ഞങ്ങൾ ചെല്ലണത് 1000 മണി ജപമാലയാണ്. കാര്യം ഈ ജപമാല എന്ന് പറയുന്നത് കംപ്ലീറ്റ് വേർഡ് ഓഫ് ഗോഡാണ്. ഒരു നന്മ നിറഞ്ഞ കൊടുത്തിന് 6 വേർഡ് ഓഫ് ഗോഡ്, അങ്ങനെ 10 എന്ന് പറയുമ്പോൾ 60, 60 നമ്മൾ പിന്നെ 5 കൊണ്ട് എടുക്കുമ്പോൾ 300, അങ്ങനെ 300 വേർഡ് ഓഫ് ഗോഡുള്ള സമ്പൂർണ്ണ ബൈബിൾ റിഡംഷൻ രക്ഷാകര ചരിത്രം ആണ് ജപമാല. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് ചില ആൾക്കാരിലെങ്കിലും ഈ കർണക്കൊന്ത കൊണ്ട് ജപമാലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളെന്താ ഞങ്ങളതിന് 1000 മണിയായിട്ട് ഡെവലപ്പ് ചെയ്ത്. അങ്ങനെ മാതാവ് കൃപാസനം മാതാവിനെ പ്രത്യക്ഷപ്പെട്ട ഒരു കാരണം ഇതാണ്. അദ്ദേഹത്തിൽ ഞാൻ മനസ്സിലാക്കിയത് വേറെ ഒത്തിരി കാരണങ്ങളുണ്ടാകാം. ഒരു കാരണം ഞങ്ങൾ ഈ ജപമാലയുടെ ഒരു ജപമാല എന്നുള്ളത് 50 ഒറ്റ സ്ട്രെച്ചിന് 50 ജപമാലയാക്കി മധ്യസ്ഥ പ്രാർത്ഥനയാക്കി. ഈ 50 ജപമാലയുടെ അഖണ്ഡ ജപമാല ഗ്രൂപ്പുകൾ ഇപ്പോൾ മിക്ക രാജ്യങ്ങളുണ്ട്. നമ്മൾ കാനഡയിലുണ്ട്, അയർലൻഡിലുണ്ട്, അതുപോലെ തന്നെ അമേരിക്കയിൽ തന്നെ പല സ്റ്റേറ്റുകളിലുണ്ട്, ഇംഗ്ലണ്ടിലുണ്ട്, പിന്നെ കുവൈറ്റിലുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലെല്ലാം ഇപ്പം തന്നെ ജപമാല റാലികളുണ്ട്. അപ്പോൾ ഈ ഇപ്പം എന്താ ചെയ്യുന്നത്, ഉടമ്പടികൾ ചെയ്തവർ ഉടമ്പടി കൂട്ടായ്മ രൂപീകരിച്ചിട്ട് അവരുടെ ആഭിമുഖ്യത്തിലാണ് ഇപ്പോൾ ലോകോത്തരമായിട്ട് എല്ലാ രാജ്യങ്ങളിലും റാലി ഇപ്പം തന്നെ ഓൾറെഡി ഉണ്ട്. അതിന് ബൂസ്റ്റ് ചെയ്ത് അമ്മ കൊണ്ടുവരുമെന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷ. പ്രത്യക്ഷീകരണങ്ങളുടെ ഒരു വലിയ സാന്നിധ്യമല്ലേ ഇവിടെ കാണുന്നത്, പ്രത്യക്ഷീകരണങ്ങളിൽ. അപ്പോൾ പ്രത്യക്ഷീകരണങ്ങൾ എപ്പോഴും വരണത് സഭയുടെ അലാം ടൈമിലാണ് മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും പ്രത്യക്ഷീകരണങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ മാതാവിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വ്യത്യാസമാണ്. ഒരു മിഷൻ നമ്മൾ ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരാണ്. ചുമ്മാ മാതാവിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നവർ അവിടെ വൈദ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷേ പ്രത്യക്ഷീകരണത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രത്യക്ഷീകരണത്തിലൂടെ വന്ന മിഷൻ എന്താണ് അത് ഏറ്റെടുക്കാൻ ആ പ്രത്യക്ഷീകരണ വ്യക്തി ഒന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ആൾ ബാധ്യസ്ഥനാണ്. ഇതാണ് ഞാൻ സാധാരണ മാതാവിൻ്റെ പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ മാതാവിൻ്റെ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്നതാണ്, ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ്. ഇഫ് വി ആർ സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ. ഇത് ഗോഡ് അല്ലെങ്കിൽ സിൻസിയറാണ്. പക്ഷേ വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ സിൻസിയറിറ്റിയും സീരിയസ്നെസ്സും ഈ രണ്ടും ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ ദൈവം ആ വ്യക്തിയെ വലിയ കാര്യങ്ങൾ ചുമതലപ്പെടുത്തും. വലിയ കാര്യങ്ങൾക്കല്ല, ദൈവത്തിൻ്റെ മനസ്സിനനുസരിച്ചുള്ള മിഷന് വേണ്ടി ദൈവം ചുമതലപ്പെടുത്തും. നമ്മളൊരു വിശ്വാസിയായി മാറാതെ ഒരു സാക്ഷിയായി കർത്താവ് അവിടെ കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ വിശ്വാസിയായിട്ടിരുന്ന വലിയ കാര്യമില്ല, കർത്താവ് കൂടെ പ്രവർത്തിക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ വേണ്ടി നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ.